പഴയൊരു BMW കാറ്. ഏത് മോഡലാണെന്നൊന്നും അറിയില്ല, പഴയ മോഡലാണ്. പക്ഷെ അതിനിവിടെ റെയറായിട്ട് കാണുന്നൊരു സംഭവമാണ് BMW ആണ്, പഴയ മോഡലാണ്. അപ്പം ഞാൻ അല്പം ഈവനിങ് വാക്കിനായിട്ട് പോവാണ്. ഇവിടെ സമ്മറൊക്കെ തുടങ്ങിയെന്ന് പറഞ്ഞെങ്കിൽ ഒരു 2 ദിവസമായിട്ട് ഭയങ്കര മഴയാണ്. ഇപ്പോൾ ഒരു മഴയൊക്കെ ഒന്ന് മാറി നിൽക്കുകയാണ്, പക്ഷെ വെയിലില്ല. അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അല്പം ഷോപ്പിങ്ങിന് വേണ്ടി ഇവിടെ ഞാൻ മോറിസ് എന്ന കടയിലേക്ക് പോവുകയാണ്. വൈകുന്നേരങ്ങളിൽ പാൽ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങണം. ഞാനിപ്പോഴും ന്യൂകാസിൽ ഗ്രേറ്റ് പാർക്കിലാണുള്ളത്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് വെറുതെ ഒന്ന് റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. മോറിസൺ ഇവിടെ ചെറിയ ഷോപ്പൊക്കെ ഉണ്ട്, ബ്യൂട്ടി ഷോപ്പാണ് ന്യൂകാസിൽ. ആളുകളൊക്കെ ഷോപ്പിങ്ങിന് വേണ്ടി വരുന്നുണ്ട്. ചെടി ഐറ്റംസ് ഒക്കെ എത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സംഭവമാണ് മല്ലിയില. മല്ലിയിലയ്ക്കൊക്കെ ഭയങ്കര വിലയാണ്. 1.50 ഒരു കെട്ട്, അതായത് 160 രൂപയോളം വരും. വെളുത്തുള്ളി 2 പീസാണ്, 4 ചെറിയ കവറിന് 1 പൗണ്ട് വരും. പിന്നെ നമ്മുടെ ഇഞ്ചി കിലോ 5.5 ആണ്. 1 കിലോയ്ക്ക് 600 രൂപയോളം വരും ഇഞ്ചി, പച്ച ഇഞ്ചി. ഉരുളക്കിഴങ്ങിനൊക്കെ കുറവാണ്, 1.39 പെർ കിലോ. പ്രത്യേക ടൈപ്പ് ബെഞ്ചറ്റ് ബീറ്റ്റൂട്ട് എന്താണെന്ന് അറിയില്ല, 1.95 പ്രൈസ്. ക്യാരറ്റൊക്കെ ചീപ്പാണ്. ഒരു പാക്കറ്റിന് 50 പീസ്, ആ പൗണ്ടുള്ളൂ. കേക്ക് ബേക്കറി ഐറ്റംസ് ആണ്. ചീസ് ഫിഷ് പെർ കിലോ 21. ബ്രിട്ടീഷ് ബീഫാണ്. ബീഫിന് ഭയങ്കര വിലയാണ്. ഇത് സൈമൺ ഫിഷ്, ഇത് മെയിൻ ഫിഷാണ്.
per kilo 18.19 pounds. പോർക്കാണ്, പോർക്ക് സ്ലൈസിലായിട്ട് സ്ലൈസ്. പോർക്കിന് പതിവ് വില കുറവാണ്, ബീഫിനാണ് ഏറ്റവും കൂടുതൽ വില. മീൻ സൽമാൻ ഫിഷ് ഇഷ്ടമാതിരി. മീൻ 3 for 10. ചെമ്മീൻ, ഫ്രോസൺ ചെമ്മീനാണ്. മത്സ്യമൊക്കെ 5 മണിയാകുമ്പോൾ എടുത്ത് അകത്ത് ഫ്രീസറിൽ വയ്ക്കും, ഒരൈറ്റവും ഇല്ല. അത്യാവശ്യം എല്ലാ ഐറ്റംസും ഉണ്ട്. ബിഗ് ബ്രാൻഡ്, ലോ പ്രൈസ്. ബിയറിൻ്റെ ഒക്കെ ഇഷ്ടം മാതിരി. രണ്ട് ഫുൾ ബോട്ടിലെടുത്താൽ പ്രൈസ് റിഡക്ഷൻ കിട്ടും. നമുക്ക് അവർ റീപ്ലേസ് ചെയ്താന്ന് തോന്നുന്നു. വൈൻ, റെഡ് വൈൻ, വൈറ്റ് വൈൻ, ലിക്കർ സെക്ഷനാണ്. വോഡ്ക, ബ്രാൻഡി, വിസ്കി. ഇവിടെ സ്ഥിരമാണ് ജാക്ക് ഡെനീസ് ഇഷ്ടം. ജോണി വക്കർ ലബ് 2 ദിവസം മുമ്പ് ഞാനൊന്ന് വാങ്ങിയിരുന്നു. കൊള്ളാം. 1 ലിറ്റർ ഫോർ 20.50. 1 ലിറ്റർ 2100 രൂപയാവുന്നുണ്ട്. താഴെ ബ്ലാക്ക് ലേബലുണ്ട്, 22 ആണ്. ഓ, ആ 20.5 ആക്കിയത് 1 ലിറ്റർ. എന്താണെന്ന് അറിയില്ല. ഞാൻ അന്ന് വാങ്ങിച്ചത് അത് കൂടുതലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രൈസ് വേരിയേഷൻ ഉണ്ട്, ഫിക്സഡ് അല്ലായിരുന്നു. ഗിന്നസ് ഡിയാജിയോൻ്റെ ബിയറാണ്, വളരെ ഫേമസ് ആണ്. ഞാൻ ടേസ്റ്റ് ചെയ്തു, പക്ഷേ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. ബിയറിൻ്റെ കുപ്പികളാണ്. നമ്മുടെ നാട്ടിലെ ഇല്ലി 2 for 50. നല്ല വിലയുണ്ട്. ഗാർഡനിങ്, ഇത് ഔട്ട്ഡോർ ഗാർഡനിങ് ആണ്. ഇത് ഒലീവ് ട്രീ ആണ്, ഒറിജിനൽ ഒലീവ് ട്രീ ആണ്. 35 പൗണ്ടാണ് വരുന്നത്. ഒലീവ് നാട്ടിലൊന്നും പിടിക്കില്ല. ഇതിൻ്റെ തന്നെ വീട്ടിൽ പ്ലാസ്റ്റിക്കിൻ്റെ മേടിച്ച് വെക്കാം, കണ്ടറിയില്ല. ഇതിൻ്റെ സീഡ്സുകൾ ഇവിടെ കിട്ടും. ഫ്ലവേഴ്സ് സീഡ്സ്. ബൈ എനി ടു ഗെറ്റ് തേർഡ് ഫ്രീ.
എല്ലാ സീഡ്സുകളുണ്ട്, സീഡ്സുകൾ, പാക്കറ്റ് സീഡ്സുകൾ, വെജിറ്റബിൾ സീഡ്സുകൾ, വെജിറ്റബിൾ. രണ്ടെണ്ണം വാങ്ങിച്ചാൽ മൂന്നാമതൊന്നുകൂടെ ഉണ്ട്. ക്യാരറ്റിൻ്റെ എല്ലാത്തിൻ്റെ ഉണ്ട്, എല്ലാ വെജിറ്റബിൾ ഫ്രൂട്ട്സിൻ്റെ. നല്ലൊരു കാര്യമാണ്. ഇവിടുത്തെ മണ്ണിലെല്ലാം വളരും, അതാണ് അതിൻ്റെ ഗുണം. സമ്മർ സീസൺ അത്രേ പറ്റുള്ളൂ. ബീൻസിൻ്റെ ഒക്കെ ഇത്, ഉള്ളി, ഓക്കെ. ക്യാരറ്റ്, ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ചിലപ്പോൾ ഒരു കൊല്ലമൊക്കെ ആയിരിക്കും നിൽക്കുള്ളൂ. പുതിയ അറൈവലാണ് ആപ്പിൾ 35 പൗണ്ട്. ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് 2 for 35. ഇത് ഔട്ട്ഡോർ പ്ലാന്റ്സ് ആണ്. ഔട്ട്ഡോർ തൈകളാണ്, വലുതായ എല്ലാം ഔട്ട്ഡോറാണ്. ഔട്ട്ഡോർ പ്ലാന്റ്സ്. $250. ഇത് നമ്മുടെ നാട്ടിലുള്ള ഒരു സീഡ്സ് ഗാർഡൻ. ഇത് ഇൻഡോർ പ്ലാന്റ്സ് ആണ്. എല്ലാം ഇൻഡോറാണ്. സ്വന്തം ഓർക്കിഡ് പല തരത്തിലുള്ള ഓർക്കിഡുകൾ. ന്യൂ അറൈവലാണ്. കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഇതൊന്നും കണ്ടില്ല. സമ്മർ ആയതുകൊണ്ട് ആൾക്കാർക്ക് ഇനി ഇതിനോടൊക്കെ താല്പര്യം ഉണ്ടാകും. ഗാർഡനിങ് ഒക്കെ തുടങ്ങാൻ പോവാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഇന്നൊരു മഴ. റോസസാണ്. മനോഹരമായിരിക്കണം അല്ലേ? ഔട്ട്ഡോർ ഉണ്ട്. ബ്ലാങ്കറ്റ്സ് ആണ്. നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്.